ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. പൊട്ടേറ്റോ സ്മൈലി. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു സ്നാക്ക് ആയിരിക്കും അത്. വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടേറ്റോ സ്മൈലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് കഴുകി ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കതിനെ നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യുകയാണ്. ഇനി എല്ലാം ഓരോ 1/4 ടീസ്പൂൺ വീതമാണ് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ അനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ഇത്രയും സാധനങ്ങൾ ഒക്കെ 1/4 ടീസ്പൂൺ വീതം ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസും ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു പരുവായി മാറും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇതൊക്കെ കൂടി അങ്ങോട്ട് നല്ലോണം ഉറച്ച് നിൽക്കാനായിട്ട് കുറച്ച് ഓയിലിടാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇടുന്നത്. അതും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് കുഴയ്ക്കാം. ഇത് കുഴച്ച് നല്ല ഒരു സോഫ്റ്റ്, പക്ഷേ ഇങ്ങനെ നമുക്ക് ഞെക്കി പിടിക്കുമ്പം ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്ന അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ ആ പരുവം എത്തുന്ന വരേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഭയങ്കര ലൂസാണെങ്കിൽ കുറച്ച് കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയാണ് നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ അത്, അപ്പോൾ നിങ്ങളുടെ യുക്തി പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവിനെ റെഡിയാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ പണി തുടങ്ങാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പലക എടുത്ത് ഇതിനെ പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ഉണ്ട എടുത്ത് കൈകൊണ്ട് തന്നെ ഞെക്കിയിട്ട് ഇങ്ങനെ പരത്തുകയാണ്. അപ്പം അതത്ര അങ്ങോട്ട് ലെവലാവില്ലല്ലോ. അപ്പം അത് കാരണം ഞാനൊരു പ്ലേറ്റ് വെച്ച് അതിനൊന്ന് ഞെക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നല്ല കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ ഒരു തരി എണ്ണ അതിൻ്റെ പുറത്ത് തടവി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ ചെറിയ സ്റ്റീൽ കിണ്ണൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു തിക്നെസ്സിൽ അത് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ 3 തരം മുഖങ്ങളാണ് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഹാപ്പി ഫേസ്, ഒരു ഇങ്ങനെ അലറുന്നൊരു ഫേസ്, പിന്നെ ഒരു സങ്കടമുള്ള മുഖം. ഇതിൽ വെറുതെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് കണ്ണുണ്ടാക്കാം. അതിന് നമ്മുടെ സാധാരണ ഒരു ഡ്രിങ്കിങ് സ്ട്രോ എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ നമ്മുടെ കണ്ണ് റെഡി. ഇനി ഒരു സ്പൂൺ എടുത്ത് സ്പൂണിൻ്റെ അടിഭാഗം വെച്ചിട്ട് വായ ഭാഗം, ചിരിക്കണ മുഖല്ലേ, അപ്പോൾ അതിങ്ങനെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിരിക്കണ പൊട്ടേറ്റോ ഫേസ് റെഡിയായി. നെക്സ്റ്റ് ഞാൻ അലറുന്ന മുഖം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ തന്നെ സ്ട്രോ വെച്ചിട്ട് നമ്മൾ 2 കണ്ണുണ്ടാക്കി. ഇനി അതിന് ശേഷം നമുക്കൊരു ചെറിയ കുക്കി കട്ടറിൻ്റെ ഒരു ചെറിയ സാധനം ഉണ്ട് എൻ്റെ അടുത്ത്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പുള്ള അടുക്കളയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വട്ടം, കുഞ്ഞൊരു വട്ടം അത് ആക്കി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരലറുന്ന മുഖമായി. ഇപ്പോൾ ഒരു സ്ക്രീമിങ് പൊട്ടേറ്റോ. ഇനി ഒരു സങ്കടമുള്ള പൊട്ടേറ്റോ ആണ്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ. കുട്ടികൾക്ക് അത് ഇഷ്ടാവില്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെറൈറ്റിക്കാണ്. ഈ സ്പൂണ് മറ്റേ നേരെ പിടിച്ചതിന് പകരം തലതിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ സങ്കടമുഖം റെഡിയായി. അങ്ങനെ 3 തരം മുഖം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനതിനെ അതിൽ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ച് വറുത്തെടുക്കണം. തീയൊക്കെ വല്ലാതെ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഇതിനൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ 1-2 പൊട്ടിപ്പോയി എന്ന് വരും. അതൊന്നും കാര്യമാക്കണ്ട, അത് ശരിയായിക്കോളും.
എന്നിട്ട് രണ്ട് സൈഡ് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, പൊട്ടാതെയൊക്കെ നോക്കിയിട്ട്. ഓൾറെഡി വെന്ത ഉരുളക്കിഴങ്ങായ കാരണം നമ്മളതിനെ വല്ലാതെ കുക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒന്ന് ബ്രൗൺ ആയ ഉടനെ രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇത് കെച്ചപ്പ് വെച്ചിട്ട് കഴിക്കാം. നിങ്ങൾക്കൊരു കുട്ടികൾക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ലഞ്ചിൽ പാക്ക് ചെയ്യാനോ ഒക്കെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.